ഇത്തിരി മണ്ടനാണ് ഞാൻ. കല്യാണം കഴിഞ്ഞിട്ട് 10-30 വർഷമായി. എന്നിട്ട് അവളെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നീലൊന്നും മാത്രം വിഷമിച്ചു കാണും. മകളെ, നീ പറഞ്ഞ ശരി തന്നെ. അവിടെ എന്നെ സ്നേഹിച്ചതായിരുന്നു. മാന്തിയതല്ല, സ്നേഹം കൊണ്ട് തടയുകയായിരുന്നു. നീ തിരിച്ചറിയാൻ പറ്റില്ല. മോശമായിപ്പോയി. വളരെ മോശമായിപ്പോയി. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ വയ്യുന്നേ. അച്ഛൻ എന്തിനാ അച്ഛൻ വിഷമിക്കുന്നേ? അച്ഛൻ റൊമാൻറ്റിക് ഹീറോ അല്ലേ? അമ്മ അച്ഛനെ സ്നേഹിച്ചത് അച്ഛനും മനസ്സിലായില്ല. അപ്പൊ എന്ത് ചെയ്യണം? തിരിച്ച് സ്നേഹിച്ചവിടെ കൊല്ല്. അതെങ്ങനെ ഡാഗിനി കൂടെ അടക്കയില്ലേ? ഓ അമ്മുമ്മ അല്ലേ? അമ്മുമ്മയുടെ കാര്യം ഞാൻ ഡീൽ ചെയ്താലോ? നോക്കാം. പിന്നെ അച്ഛാ, 2-3 ദിവസം മുന്നേ ഞാൻ ഒരു സിനിമ ഉണ്ടായിരുന്നേ. അതിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഭാര്യയും ഭർത്താവും ഒരുപാട് നാൾ ഒരുമിച്ച് താമസിച്ച് കഴിയുമ്പോൾ ഭാര്യയ്ക്ക് തോന്നും ഭർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന്. അതുപോലെ തന്നെ ഭർത്താവിനും തോന്നും ഭാര്യയും സ്നേഹിക്കുന്നില്ലെന്ന്. അപ്പൊ ഇവര് പരസ്പരം അത് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കും. ഈ കഥ നീലിനടുത്ത് പറഞ്ഞ അമ്മയ്ക്കത് ചിലപ്പോ മനസ്സിലാക്കി കാണുമായിരിക്കും. പക്ഷെ ഡാഗിന്റെ കാര്യം നോക്കിക്കോണം. അതിന് ഡീൽ ചെയ്തോളാം. ലുട്ടാപ്പി ഇനി എവനാര് തിളയ്ക്കും പോവാൻ. അച്ചോയ്, എന്താടാ നമ്മുടെ പാറക്കുട്ടിക്ക് ഒരു സംശയം. അവൾ എന്നോട് ചോദിച്ചു. സാധാരണ എല്ലാ സാധനവും ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്. ഇതിനോട് പറ്റണില്ല. എന്താണ് സംശയം? എന്താണ് ഇതേ സംഭവം നമ്മൾ അമ്മയുടെ പോയി ചോദിച്ചു. അമ്മ പറഞ്ഞ അച്ഛനടുത്ത് ചോദിക്കും. എന്താണ് അമ്മയ്ക്ക് അറിയണത്? അച്ഛനറിയണ സംഭവം ചോദിക്കും, പറയാം. അമ്മ എന്തിനാ ഒച്ചെടുത്തേ? അമ്മയ്ക്ക് ഒച്ചെടുക്കാൻ പാടില്ലേ? റീസൺ പറ. റീസൺ മോളിലൊരു പല്ലിരുന്ന് അത് വന്ന് അമ്മയുടെ തോളിൽ ഇരുന്നപ്പോൾ അവളെ പേടിച്ചു അയ്യോ എന്ന് വിളിച്ചാൽ അത് അത്രേ ഉള്ളൂ കാര്യം. അതാണ് കാര്യം. അത്രേ ഉള്ളൂ. അത്രയും പോരായിരുന്നു കാര്യം. പരിപാടി പോവാ. ശരിക്കും എനിക്കല്ല സംശയം, ഈ ചേന്ന. നിനക്കാണോ സംശയം? അറിയാനുള്ള ഈ ആഗ്രഹം, ജിജ്ഞാസ ഉണ്ട്. നിനക്ക് ഭയങ്കര ജിജ്ഞാസ. നിനക്ക് ഒച്ച എവിടെ ഉണ്ടോ നീ അവിടെ ചെവി കൊണ്ട് പോവല്ലോടാ. നീ സൂക്ഷിച്ചു അതിന്റെ ചെവി ഞാൻ പിടിച്ച് പൊന്നാക്കും. ഒച്ച പിടിക്കാൻ നടക്കണം. അതെ, അപ്പൊ ഇനി അറിഞ്ഞാൻ പറഞ്ഞ അമ്മയെ സ്നേഹിക്കല്ലേ? സ്നേഹിക്കും. നോക്കിക്കോളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോക്കിക്കോളാം. അത് അപ്പൊ പോവല്ലേ? പോവച്ച അങ്ങോട്ട്. താഴമ്പുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പ. ഈശ്വര, ലേറ്റായി. ഇനിയിപ്പൊ സാറിന്റെ ഇത് ചീത്തയാക്കാം. ഈശ്വര, ഇവിടെ നിൽക്കണത്? അതെ, ഒരു കാര്യം പറയട്ടെ. കാര്യം പറയണം. പുറത്ത് ഇറങ്ങി പോവാൻ. കാര്യം പറയട്ടെ. വലിയ പുറത്തേക്ക് വരുവാൻ. അപ്പൊ പറഞ്ഞാൽ മതി. ഇപ്പൊ പോലെ ഇറങ്ങ പോലെ ആരെങ്കിലും കണ്ടതാണ്. നീലു, നീലു. എന്താ? അല്ല, നീ തന്നെയാണോ ബാത്റൂമിലെന്ന് അറിയാൻ ചോദിച്ചതാ. എന്താ? നീ തന്നെ ആണോന്ന് അറിയാൻ വിളിച്ചാടി. എന്നാ ഞാൻ ഫുഡ് എടുത്ത് വെക്കട്ടെ? എടുത്തു വെച്ചോ. പോ. പോവാനോ? അല്ല, എടുത്തു വെക്കാൻ പെട്ടെന്ന് പോവാൻ. എടി ബാലു എന്തേടി? ബാലു എന്റെ അടുത്താണ് ചോദിക്കണം. ബാലു പുറത്തു പോയിട്ടുണ്ടാവും. ചെല്ലേ. അല്ല, എനിക്ക് അവനെ കൊണ്ടേ ഇച്ചിരി കുഴമ്പ് മേടിപ്പിക്കാനാ. എന്തുവാടി നിന്റെ ശബ്ദത്തിനൊരു വല്ലായ? അമ്മ ഒന്നുമില്ല, ഞാൻ തുമ്മിയതാ. ആണോ? വെള്ളം കുറച്ച് കോരി ഒഴിക്ക്. ശരി. എന്നാ ശരി. ഇപ്പൊ പാട്ട ആവശ്യമുണ്ടോ? തുറക്കട്ടെ. അമ്മ, അമ്മ എന്നെ കുളിപ്പിക്ക്. അമ്മയ്ക്ക് സമയം പോയി, മക്കളെ പോയിക്കോ. അമ്മ എന്നെ കുളിപ്പിച്ചാ മതി. അതെ, അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ സമയമായി. മക്കളെ അപ്പുറത്തെ ബാത്റൂമിൽ പോയി കുളിക്കി. വേണ്ട, അമ്മ എന്നെ കുളിപ്പിച്ചാ മതി. ചേച്ചിയുടെ ബാത്റൂമിൽ പോയി കുളിക്കില്ല. ലച്ചു ചേച്ചിന്റെ അടുത്ത് പറ കുളിപ്പിച്ചേരാൻ. ലച്ചു ചേച്ചി കുളിപ്പിക്കണ്ട. അതാ നിന്നെ ഞാൻ കുളിപ്പിച്ച. നിന്നെ ഞാൻ കുളിപ്പിക്കാം. വേണ്ട. ഇടി, അമ്മ കുളിക്കുമല്ലേ, ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിന്നെ കുളിപ്പിക്കാം. ലേറ്റ് ആയാലും ഒരു കുഴപ്പമില്ല, അമ്മ ഇറങ്ങിയിട്ട് എന്നെ കുളിപ്പിച്ചോളൂ. പാറു, ഞാൻ അവസാനമായിട്ട് വിളിക്കുവാണെ. മര്യാദയ്ക്ക് വാശി പിടിക്കാതെ വന്നേ. അമ്മ എന്നെ കുളിപ്പിക്കും. എന്നാ പിന്നെ ഇവിടെ തന്നെ നിൽക്ക്. അമ്മ, ഇവളെ വിളിച്ചിട്ട് വരണില്ല. അമ്മ കുളിച്ചിട്ട് ഇവളെ കുളിപ്പിച്ചാ മതിയേ. നീ വരണില്ല, അവളെ എടുത്തിട്ടങ്ങ് പോ. ഇവിടെ വരണ്ടേ, വാശി പിടിച്ച് ഇവിടെ തന്നെ നിൽക്കുവാ. അവളെ അമ്മ, ഇതെന്ത് ഇവിടെ വന്നിരിക്കുന്നേ? എന്നെ കുളിപ്പിക്കാൻ അമ്മ പറഞ്ഞു.
ആര് പറഞ്ഞു? അമ്മ. അമ്മൂമ്മ കുളിപ്പിക്കാമല്ലോ മക്കളെ. എന്നാ അമ്മൂമ്മ കുളിപ്പിക്കും. എന്നാ വാ കുളിപ്പിക്കാം. അമ്മ അമ്മൂമ്മ കുളിപ്പിക്കുമെന്ന്. ആ നീലു അമ്മ പോമ്മ. എന്തോടി? അല്ല കുളിപ്പിക്കാൻ സമയം പോയപ്പോ കൊച്ചിന് സ്കൂളിൽ പോണം അമ്മ. എടി ഞാൻ ബാലുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ ഒന്ന് വിളിച്ച് പറയണേ. ആ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ആ ശരി, വാ അമ്മ കുളിപ്പിക്കാം. നീ ഇതപ്പോ വന്നു? എപ്പോഴേ വന്നു. ഇതെന്തോ നിനക്കെന്തോ ഒരു ബലം പിടുത്തം? ഞാൻ പോട്ടെ, പിന്നെ കാണാം. സുഖാണ് വിശ്വസിക്കുന്നു. ഞാൻ പോകുമ്പോ അവനിവിടെ ഇല്ലായിരുന്നു. അവനിപ്പോ ഇങ്ങനൊക്കെ സംസാരിക്കുന്നു. എന്തോ എന്റെ തലയ്ക്ക് വല്ലതും അടി കിട്ടിയോ? ലേറ്റായ ചോറ് എന്തോന്ന് വെച്ചത്? എന്താടാ? അല്ല അച്ഛ ഈ ചോറൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം. എടാ എന്റെ ഭാര്യക്ക് ഞാൻ ചോറ് കൊണ്ട് കൊടുത്ത കുഴപ്പം എന്താ? എന്ത് കൊടുക്കാൻ പാടില്ലെന്നുള്ള നിയമം വല്ലതും ഉണ്ടോടാ? ലേറ്റ് കഴിഞ്ഞ മാനേജറിന്റെ വഴക്ക് നോക്ക്. നിനക്കല്ല കേൾക്കണം, അവക്കളെ വഴക്ക് കേൾക്കണം. ഇല്ല, പതിവില്ലാത്ത ആചാരങ്ങളൊക്കെ കണ്ടോണ്ടേ അവൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. പതിവൊന്നല്ല, കണ്ടിട്ടില്ല. കാണാൻ വേണ്ടി ഇയാൾ ജനിച്ചിട്ട് 3 വെള്ളിയാഴ്ചല്ലേ ആയുള്ളൂ ഇതൊക്കെ കാണാൻ വേണ്ടി. നീലു നീലു നീ സൂക്ഷിച്ചോ, ഏതാണ്ട് വലിയ അപകടം വരാൻ പോകുന്നുണ്ട്. ഇത് വലിയ എന്താ അപകടം വരാന്? എന്താ മോളെ മുഖത്ത് എന്തോ ഒരു കുറവുണ്ടല്ലോ മുഖത്ത്? എന്താണ്? ആ അല്ല എവിടെ എവിടെ? ആഹാ അത് ശരി. എന്താണ് പൊട്ടിടാൻ മറന്നു? ഞാൻ പൊട്ടിടുമ്പോഴേ തന്നെ ഭംഗി തോന്നില്ല. ഇതെല്ലാം കൊഞ്ചം ഓവറാ തരില്ലേ? ഒരു ഓവറും ഇല്ല മോളെ. ഞാൻ കൊണ്ടുവിടണോ? എടുത്തോണ്ട് പോവോ? വേണമെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോകും. കുഴപ്പം എന്ത്? നടുവൊടിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ നോക്കേണ്ടി വരും. കൊണ്ടുവിടാം. വേണ്ട വേണ്ട, നേരത്തെ വരണം. നേരത്തെ ഇങ്ങനെ വരാൻ പറ്റില്ല, ജോലി കഴിയാണ്ട് വരാൻ പറ്റും. വാ, ഞാൻ അവിടെ കൊണ്ടുണ്ടാക്കാം. പോയിട്ട് വരാം.